ഹായ് ഫ്രണ്ട്സ്, ഇന്ന് റൂട്ടഡിന് പോകുന്നത് ഗുണ്ടൽപേട്ടയിലേക്കാണ്. അപ്പോൾ അവിടെ പോകുന്ന വഴിക്കുള്ള പൊൻകുഴി ശ്രീരാമക്ഷേത്രത്തിൽ കയറി പ്രാർത്ഥിച്ചു. അവിടുന്ന് നേരെ ഞങ്ങൾ പോയത് ഗുണ്ടൽപേട്ടയിലേക്കാണ്. കാട്ടുവഴിയിലൂടെയൊക്കെ പോകുന്നതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങി. ഇപ്പോൾ കാട്ടിൽ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നേ. അവിടെ എത്തിയിട്ട് ആദ്യം ഞങ്ങൾ പോയത് പൂപ്പാടത്തിലേക്കാണ്. എങ്ങും അടിപൊളിയായി കളർഫുള്ളായിട്ടുള്ള പൂക്കളാണ്. നമുക്ക് എവിടെ നോക്കിയാലും നമുക്ക് ഇങ്ങനത്തെ പൂക്കൾ കാണാം. ഞങ്ങൾ കൂടുതലും കണ്ടിട്ടുള്ളത് ഓറഞ്ച് കളർ ചെണ്ടുമല്ലിയാണ്. കുറച്ച് ദൂരം ഞങ്ങൾ പോയപ്പോൾ ഈ ചെണ്ടുമല്ലിയൊക്കെ ചാക്കിലാക്കി കയറ്റി വിടുന്നുണ്ട്. ഇത് പെയിന്റ് ഫാക്ടറിയിലേക്കാണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത്. അപ്പോൾ അവിടുത്തെ കർഷകർ കുറച്ച് കാലികളെയൊക്കെ മേയ്ക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ വേറെ പൂക്കൾ കാണാൻ പോയി. അതായത് മഞ്ഞ ചെണ്ടുമല്ലി, സൺഫ്ലവർ, വാടാർമല്ലി, അങ്ങനത്തെ കുറച്ച് പൂക്കളൊക്കെ കാണാൻ പോവാണേ. ഞങ്ങൾ ഗ്രാമങ്ങളിലൂടെയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ നല്ല രസമാണ് ഈ ഗ്രാമങ്ങളിലൂടെയൊക്കെ പോകാൻ. വേറൊരു ഫീലാണ്. നമ്മുടെ സ്ഥലത്തെ പോലെ അല്ലല്ലോ ഇവിടെയൊന്നും. അപ്പോൾ വേറെ ഡിഫറെൻറ്റ് ടൈപ്സുള്ള വീടുകളും ബിൽഡിങ്സും അതിലൊക്കെ ചെറിയ ചെറിയ ബിൽഡിങ്സും ഒക്കെയാണ് ഗ്രാമമായതുകൊണ്ട്. അപ്പോൾ ഞങ്ങളിതാ പൂ കാണാൻ പോവാണ്, വേറെ പൂക്കൾ. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ വാടാർമല്ലി ഉണ്ടോ അവിടുത്തെ കർഷകർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് ಚೆಂಡು ವಾಡರ್ಮಲ್ಲಿ ಎಲ್ಲ ನಮಗೆ ಒಳ್ಳೆಯ ಬೆಳೆ ಬರ್ತದೆ. ಮಳೆ ಇಲ್ಲ ಬೆಳೆ ಇಲ್ಲ, ಮಾಡಿರೋ ಖರ್ಚು ಕಡಿಮೆ, ಲಾಸ್ ಉಂಟು. അവിടെ തന്നെ കുറച്ച് മഞ്ഞ ചെണ്ടുമല്ലി ഉണ്ട്. പിന്നെ ഞങ്ങളിപ്പോൾ റീൽസിലൊക്കെ ഫേമസ് ആയി നിൽക്കുന്ന മുന്തിരിത്തോട്ടത്തിലേക്കാണ് പോയത്. ഇത് ഗുണ്ടൽപേട്ട മെയിൻ റോഡിൻ്റെ അടുത്ത് തന്നെയാണ്. ഇവിടെ കുറേ പേരുണ്ട്. KSRTCയിൽ ഉല്ലാസയാത്ര എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് വരുന്നുണ്ട്. നല്ല തിരക്കുമാണ്. ഇത് ഈ മുന്തിരികളൊന്നും നമുക്ക് പറിക്കാനൊന്നും പറ്റൂലേ. കൂടുതലും ഇവിടെയുള്ളത് മലയാളീസ് തന്നെയാണ്. അപ്പോൾ ഇത് മലയാളികളാണ് നടത്തുന്നതെന്ന് തോന്നുന്നു. ഞങ്ങളുടെ അടുത്തുനിന്ന് ഇതിന്റെ എൻട്രി ഫീസ് വരുന്നത് 25 അപ്പോൾ അവിടെ ഉള്ള ഒരു ചേട്ടന്റെ കമന്ററി ഒക്കെ നല്ല രസമായിരുന്നു. മലപ്പുറം വണ്ടി, കാസർഗോഡ് വണ്ടി പോവാണ്. ഇപ്പോൾ നിങ്ങളെ കുട്ടികളെ മുന്തിരിതോ കണ്ടു കഴിഞ്ഞിട്ട് മറന്നു പോകരുത്. കുട്ടികളെ കയ്യിൽ പിടിച്ച് ഒപ്പ കൊണ്ടുപോയിക്കോളി. പിന്നെ ഞങ്ങൾ വയനാട്ടിലേക്ക് തിരിച്ചു പോയി. അപ്പോൾ നമുക്ക് സൺഫ്ലവർ കാണാൻ പറ്റിയില്ലായിരുന്നു, സൂര്യകാന്തി കാണാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ സൈഡിൽ കുറച്ച് സൂര്യകാന്തി ഉണ്ട്. പിന്നെ അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. അവിടുത്തെ ഈ സൂര്യകാന്തിയും മറ്റു പൂക്കളൊക്കെ ഇടുന്ന ഈ സ്ഥലത്തെ ഉടമ പറഞ്ഞത് ആയമേൽ ഉണക്കിച്ചിട്ട് എന്നിട്ടാണ് കുരു എണ്ണ ഉണ്ടാക്കുക. ഇപ്പം പൂക്കൃഷി ലാഭമാണോ? പറയാനാവില്ല. എന്തോ ചെയ്യണമല്ലോ. കൃഷിക്കാർക്ക് ലാഭം നഷ്ടം ഒന്നുമല്ല, എന്തെങ്കിലും ചെയ്യണം. നഷ്ടമായാലോ ലാഭമായാലോ നിങ്ങൾ ഓണത്തിൽ കുറച്ച് കൊടുക്കൂ. ഓണം കഴിഞ്ഞാൽ തീർന്ന് ഇതിൻ്റെ പൂ കളിയാണ്. പിന്നെ സൺഫ്ലവർ മാത്രം ഉണ്ടാവും. കാലാവസ്ഥയൊക്കെ എങ്ങനെയാ? കാലാവസ്ഥ എന്തോ ചെയ്യുക. ഒരു ലാഭമില്ല, ഒരു നഷ്ടമില്ല, അങ്ങനെ നടക്കുക. പിന്നെ ഞങ്ങൾ ഈ പൂക്കളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് വയനാട്ടിലേക്ക് പോവുകയാണ്. കാട്ടിലൂടെ പോകണല്ലോ. ഞങ്ങൾ ഒരു ആനേനെ കണ്ടു കേട്ടോ, വേറെ മൃഗങ്ങളൊന്നും കണ്ടില്ല. പിന്നെ കുറേ കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നേ സൈഡിലൊക്കെ. പിന്നെ ഞങ്ങൾ ബത്തേരിയിലുള്ള വിൽട്ടനിൽ കയറിയൊരു മന്തി കഴിച്ചു, ഷവായി മന്തി കഴിച്ചു. നല്ല ടേസ്റ്റുള്ളൊരു മന്തിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.